വെൽക്കം ടു ട്രൈഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനാദ്യമായി എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വൺ ഡേ ചാർട്ടിൽ ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഏരിയനെ തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈൻ്റെ വിക്കിനെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി താഴോട്ട് വരുമ്പോൾ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇംബാലൻസും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് USDയിൽ വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അതുപോലെ തന്നെ ISM സർവീസ് PMI വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നത് ഇന്ത്യൻ സമയം 6 മണിക്കാണ്. അതുപോലെ തന്നെ ഈ ISM സർവീസ് വരുന്നത് ഇന്ത്യൻ സമയം 7:30 PM അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 218K ആണ്. ഇത്തവണ വന്നിരിക്കുന്നത് 222K ആണ്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ കിട്ടുകയാണെങ്കിൽ അത് കറൻസിക്ക് സ്ട്രോങ് ആവുകയും ഗോൾഡിന് വീക്ക് ആവുകയെന്നാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീവിയസ് വന്നിരിക്കുന്നത് 218K ആണ്. ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ മുകളിലാണ്. അതായത് 220Kയുടെ താഴെ വന്നാലും ഒരുപക്ഷെ USDക്ക് ഫേവറബിൾ ആവണമെന്നില്ല. കാരണം കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 201K ആണ്. അതിനോട് അടുപ്പിച്ചോ അല്ലെങ്കിൽ അതിന് താഴെ വന്നാലോ ഒരുപക്ഷെ USDക്ക് ഫേവറബിൾ ആവുള്ളൂ. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ISM സർവീസ് PMI ആണ്. ISM സർവീസ് PMIയുടെ പ്രീവിയസ് എന്ന് പറയുന്നത് 51.5 ആണ്. ഫോർകാസ്റ്റ് വരുന്നത് 51.7 ആണ്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അത് ഫോർകാസ്റ്റ് പ്രകാരം കഴിഞ്ഞ തവണയേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് USDക്ക് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ആവും വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ സാധ്യത മാത്രമാണ്. ഒരുപക്ഷെ തന്ന ഫിഗറിനേക്കാളും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന പരമാവധി ഒഴിവാകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മൂവ്മെന്റ് തരാൻ സാധ്യതയുണ്ട്. മൂവ്മെന്റ് തരുന്നത് മാത്രമല്ല, രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് തരാനുള്ള സാധ്യതയുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് താഴോട്ട് വന്നു, നന്നായി താഴോട്ട് വന്നു, സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ട് പോലും ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് നല്ലൊരു റെസിസ്റ്റൻസിൽ തന്നെ നിന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇന്ന് വരുന്നുണ്ട്. അതേ റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഇപ്പോഴും കൃത്യമായൊരു ഡയറക്ഷനിലല്ല 2-3 ദിവസമായിട്ട് നിൽക്കുന്നത്. പക്ഷേ സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നിട്ടുമുണ്ട്. എനിവേ നമുക്ക് കുറച്ചും കൂടി ഫോർവേഡിൽ പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ നോക്കാം. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതൊരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മുകളിലുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോവാം. ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് മാർക്ക് ചെയ്ത് 2 ഏരിയ നോക്കിയാൽ കാണാം, കൃത്യമായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ടും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് ഇവിടെ വന്നു, ഇതിൻ്റെ പരിസരത്ത് വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും മുകളിൽ നിന്ന് താഴോട്ടേക്ക് തന്നെയാണ് ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഫോർവേഡിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആണ് കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഓൾറെഡി താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്, മുകളിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട്. ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഇംബാലൻസ് ആണ്. ആ ഒരു ഇംബാലൻസിൽ ഈ ഏരിയ നോക്കുന്നത് നന്നായിരിക്കും. ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഓൾറെഡി അവിടെ ഒരു ഇംബാലൻസ് വരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി താഴെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാവുന്ന ഒരു ഏരിയയാണ്. അതും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നാവും. ഇത്രയാണ് ഫോർവേഡിൽ നോക്കാനുള്ളത്. നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ഒക്കെ അതുപോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഫോർവേഡിൽ മാർക്ക് ചെയ്യാത്തത്. ഇനി പ്രധാനപ്പെട്ട ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ എന്നും മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ 2700 ഒരു പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഫിഗറായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർവേഡിൽ വരുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം.
1 അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു കൺസോളേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടൊരു മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും ഇവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ നടന്ന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നോക്കിയാൽ കാണാം പ്രൈസ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയി ഒരു റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും ഈ ട്രെൻഡ് ലൈനിലേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ 1 അവറിന്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം. അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണിത്. 1 അവറിന്റെ സപ്പോർട്ട് ഏരിയ ആണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസിലേക്ക് പോവാം. റെസിസ്റ്റൻസിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. വളരെ ക്ലോസ് റേഞ്ചിലുള്ളത് കൊണ്ടാണ് ഇതിനടുപ്പിച്ച് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് എടുത്ത് പോയ ഒരു ഏരിയ, അതായത് ഇത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. എല്ലാവരും നോക്കുക. ഓൾറെഡി അവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. എന്നിരുന്നാലും ഒരു പക്ഷേ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ താഴെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടും ഉണ്ട്, ഇംബാലൻസും ഉണ്ട്. വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്, പ്ലസ് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റും വന്നിട്ടുണ്ട്. ഓൾറെഡി അവിടെ റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരിക്കൽ കൂടി റീടെസ്റ്റിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി 1 അവർ നോക്കുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രിക്ക് സാധ്യത എന്ന് പറയുന്നത് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് ലെവലിന്റെ അടുത്തൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രിക്ക് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡലിനെ താഴെ വെച്ചിട്ട് ഒരു ട്രേഡ് നോക്കാം. ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടേക്കാണ് വെക്കേണ്ടി വരിക. ഈ ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് വെക്കാം, ഇതിന്റെ ഹൈയിലേക്ക് ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ വിക്ക് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. എന്തായാലും 50 മിനിറ്റ്സിലോട്ടും കൂടി പോയതിനു ശേഷം കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ 50 മിനിറ്റ്സിൽ എന്തെങ്കിലും ട്രേഡ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 50 മിനിറ്റ്സിൽ ട്രേഡ് ഒന്നും പെട്ടെന്ന് കാണുന്നില്ല. മാർക്കറ്റ് ഒന്ന് കൺസോളേഷൻ ആയതുകൊണ്ട് തന്നെ 50 മിനിറ്റ്സിലോട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. എങ്കിലും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു പക്ഷേ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയേക്കാം, ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോയേക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്തിട്ടായിരിക്കാം പോവുക. പ്രത്യേകിച്ചും ട്രെൻഡ് ലൈനുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു ട്രേഡ് എടുക്കാനുള്ള സാധ്യതയും കൂടി കിട്ടുന്നുണ്ട്. എനിവേ 50 മിനിറ്റ്സിൽ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ബൈ എൻട്രി ആണ്. സെല്ലിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലൊരു ക്യാൻഡിൽ, അതായത് ഇപ്പം നമ്മളിവിടെ കാണുന്ന ബെയറിഷ് ക്യാൻഡിൽ പോലെ നല്ലൊരു ക്യാൻഡിലുമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ റിയാക്ഷനിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചെറിയ സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ ചെറിയ പ്രോഫിറ്റും വെച്ചുകൊണ്ട് ഇറങ്ങി പോരേണ്ടി വരും. എന്നിട്ട് ഒരുപക്ഷെ ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ 2700 വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബൈ എൻട്രിയും സെൽ എൻട്രിയും എന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു ബൈ എൻട്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെൽ എൻട്രി ഈ ഒരു ഏരിയയിലാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഒന്ന് സൂക്ഷിച്ചും മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി ചിലപ്പോൾ ഒരു സാധ്യത കിട്ടാവുന്ന ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ, അതായത് ഈ വരച്ചതിന്റെ മുകളിൽ നിന്നിട്ട് ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോയിട്ട് റിയാക്ഷൻ കിട്ടും. റിയാക്ഷൻ കിട്ടും ബെയറിഷ് ആണെങ്കിൽ മാത്രം ഒരു സെൽ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, വലുതായിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു കൺസോൾട്ടേഷനാണ്, ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ബൈയും, അതുപോലെ തന്നെ മുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലും നോക്കാം. എങ്കിലും സെല്ല് സൈഡ് പരമാവധി ചെറിയ പ്രോഫിറ്റിൽ മാത്രം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എനിവേസ് ഇത്രയാണ് ഗോൾഡിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിൽ പോയി നോക്കാം. ക്രൂഡ് ഓയിലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഏരിയാസ് ഒക്കെ അതുപോലെ തന്നെയാണ്. ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. ഇപ്പൊ ആദ്യം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇനി മാർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട്, അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിൽ വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മിനിഞ്ഞാന്നത്തെ ക്യാൻഡിൽ പ്രകാരം മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല വീക്ക്നെസ് ഇന്നലത്തെ ക്യാൻഡിൽ തന്നു. ഒരു ഇൻഡിസിഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ
മിക്കവാറും ഇന്നത്തെ ദിവസം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്കോ മുകളിലേക്കോ ഒന്നിങ്ങനെ നിന്ന് കളിച്ചിട്ടായിരിക്കും പോവുക. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകളെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഡേ ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഡേ ഇംബാലൻസ് കിടക്കുന്നുണ്ട്, മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാൻഡിലാണ്. നമ്മൾ റെസിസ്റ്റൻസ് ഏരിയയിൽ വരച്ചിരിക്കുന്ന ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെയും ഒരു ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ നമ്മൾ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. 2 റെസിസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. എനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോവാം. ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നു. സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി വന്ന് വീണ്ടും ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, 4 ഹവറിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുകളിലോട്ടൊരു വിക്ക് റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് വലിയൊരു ഇംബാലൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തത് കൂടാതെ ഒരു 4 ഹവറിൻ്റെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാണ് മാർക്ക് ചെയ്തിടുന്നത്. ഒന്ന് എല്ലാവരും ഒന്ന് നോക്കുക. വീണ്ടും സപ്പോർട്ട് ഏരിയ ഉണ്ട്. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയ ഉണ്ട്. എല്ലാം അടുത്തടുത്ത ഏരിയ ആണ്. പ്രത്യേകിച്ച് ഈ കൺസോളേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അടുത്തടുത്ത ഏരിയകൾ കിട്ടുന്നത്. പ്രധാനമായും ഇത്രയും ആണ് നമുക്കിപ്പോൾ നോട്ട് ചെയ്തിടാനുള്ളത്. ഇവിടെ നിന്നിട്ടിപ്പോൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് അപ്പ് മൂവ്മെൻറ്റിലേക്ക് തന്നെയായിരുന്നു തന്നത്. പക്ഷേ ഇന്നലെ വലിയൊരു രീതിയിൽ എൻഗൾഫിങ് തന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്നൊരു ബ്രേക്ക് ആവാതെ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു എൻട്രി പ്രവചിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് 1 ഹവറിൽ പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ നോക്കാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇംബാലൻസ് കുറച്ചും കൂടി വലുതാവുകയാണ്. വലിയൊരു ഇംബാലൻസിലേക്കാണ് വരുന്നത്. നോക്കിയാൽ കാണാം, നേരത്തെ വരച്ച 4 ഹവറിൽ നിന്ന് കുറച്ചും കൂടി വലുതായിട്ടാണ് ഇംബാലൻസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. മാത്രമല്ല താഴത്തൊരു 1 ഹവറിൻ്റെ ഒരു താഴത്തൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസുകളിൽ നിന്ന് കളിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കൺസോളേഷൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിന്ന് കളിക്കുന്നത്. അപ്പോൾ അതിനെയും ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനെ സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് സാധ്യതകളാണ്. സാധ്യതകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഒരു 4 ഹവറിൻ്റെ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് 1 ഹവറിൻ്റെ ഇംബാലൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തരികയാണെങ്കിൽ ഈ ഇംബാലൻസിലേക്ക് ഈ ഒരു 1 ഹവറിൻ്റെ ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ റിയാക്ഷൻ ആയിരിക്കാം. റിയാക്ഷൻ വന്നിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിനെയും നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിലുണ്ട്, ഒരു വലിയൊരു വിക്കോട് കൂടിയുള്ള ക്യാൻഡിലുണ്ട്. അതിനെയും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം റിയാക്ഷൻസ് മാത്രമാണ് പറയുന്നത്. ഒരു എൻട്രി പോയിന്റ് പറയുന്നില്ല. എൻട്രി പോയിന്റ് പറയണമെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രിക്കാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. അതിനാണ് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ഇംബാലൻസ് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോവും, അല്ലെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് പോവും. അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ ഏരിയയിൽ വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന് താഴോട്ടേക്ക് ഇറങ്ങും. ഇതിനെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ട്രേഡ് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടും വരുന്ന ഏരിയാസിൽ എങ്ങനെയാണ് മാർക്കറ്റ്, ഏത് ഏരിയാസിൽ മാർക്കറ്റ് എങ്ങനെയാണ് കൺഫർമേഷൻ തരുന്നു എന്നൊക്കെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. ഇമ്പോർട്ടൻസ് ഏരിയാസ് എല്ലാം ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഏരിയയിൽ എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. ഈ ഇംബാലൻസിൽ നിന്ന് ഒന്ന് മാർക്കറ്റ് എടുത്താൽ ഒന്ന് താഴോട്ടേക്ക് ഒന്നും കൂടി പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൊട്ട് ബാലൻസുകൾ കിടക്കുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
50 മിനിറ്റ്സിലോട്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജി വർക്ക് ആവാനുള്ള ഒരു സാധ്യതയും കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. സെൽ സ്ട്രാറ്റജിയാണ്. ഒരു സെൽ സ്ട്രാറ്റജി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രേഡ് എടുക്കാതിരിക്കുക. കുറച്ചുകൂടി മുകളിലോട്ട് വന്നതിന് ശേഷം ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ സ്ട്രാറ്റജിക്ക് വേണ്ടി നോക്കുക. ഇന്നലെ ലൈവിലിരിക്കുന്ന സമയത്ത് ഇത് ഡിസ്കസ് ചെയ്തൊരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ എന്തായാലും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ താഴത്തുനിന്ന് ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അതും നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രാറ്റജി നമുക്ക് അവിടുന്ന് കിട്ടാവുന്നതാണ്, അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് നോക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഒരു എൻട്രി നമുക്ക് നോക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇങ്ങോട്ട് വരുന്നതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനും കൂടി സാധ്യതയുണ്ട്. അതും കൂടി നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും നല്ലൊരു കൺഫർമേഷനോട് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് റൂട്ടിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.